ഹായ് മക്കളെ, ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായാലും വരാനുള്ളത് തന്നെയാണ്, അല്ലാതെ അപ്രത്യക്ഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നല്ല. നിങ്ങൾ +2 എക്സാം എഴുതി നിർത്തിയില്ലേ, +1 എക്സാമിൻ്റെ റിസൾട്ട് വന്നു, അതായത് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു എന്നല്ലോ സാറേ. ഇനി എന്താണ് കാത്തിരിക്കുന്നത്? ഇനിയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സംഭവം. അതെ, എന്താണത്? +2 എക്സാമിൻ്റെ റിസൾട്ട്. അതറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ എടുക്കണം, എവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കണം, ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സിന് കിട്ടാതിരിക്കും. അയ്യോ എൻ്റെ പൊന്നു സാറേ, പേടിപ്പിക്കില്ല, ടൈം പറ. അതായത് മക്കളെ, മെയ് 21-ാം തീയതിയാണെന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതായത് വിദ്യാഭ്യാസ മന്ത്രി കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ സാധ്യത മെയ് 21-ാം തീയതിക്കാണ്. ഒരുപക്ഷെ അതിനുള്ളിൽ തന്നെ വരാനാണ് ചാൻസ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ SSLC റിസൾട്ട് വന്നതിന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ +2 റിസൾട്ടും വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നാട്ടിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ചൊക്കെയാണ് അവാർഡ് ദാന പരിപാടികളൊക്കെ. നിങ്ങളുടെ നാട്ടിലൊക്കെ അവാർഡ് ദാന പരിപാടികളൊക്കെ വെക്കാറില്ലേ? അപ്പോൾ ഒരുമിച്ചാണ് +2 10th ഒരുമിച്ചാണ് നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ, മതസംഘടനകൾ, ക്ലബ്ബുകൾ, ഇവരൊക്കെ പിന്നെ സ്കൂളിൽ പരിപാടികൾ ഇതൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ മക്കളെ, നമുക്ക് ഇപ്പോൾ കിട്ടിയ ന്യൂസ് എന്ന് പറയുന്നത് മെയ് 21-ാം തീയതി ആവാനാണ് സാധ്യത എന്നാണ്. ഒരു 80% മെയ് 21-ന് തന്നെയാണ്. അപ്പോൾ എന്നാൽ പിന്നെ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് നാട് വിടട്ടെ എന്നാവില്ല ആലോചിക്കുന്നത്. അതിനൊന്നും പ്രശ്നമില്ലടാ. ഇനിയിപ്പോൾ റിസൾട്ട് കുറച്ച് കുറഞ്ഞാലും നമുക്ക് വേറെ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മളുടെ എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എഫേർട്ട് കുറച്ച് കുറഞ്ഞു പോയാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാന്നുള്ള. അപ്പോൾ മക്കളെ, എല്ലാവർക്കും ബിഗ് ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടട്ടെ. മെയ് 21-ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, എനിക്ക് മെസ്സേജ് അയക്കണം. അത് റിസൾട്ട് മോശമായാലും നല്ലതാണെങ്കിലും. അങ്ങനെ മോശം എന്നുള്ള റിസൾട്ട് ഒന്നുമില്ല, എല്ലാം നല്ലതാവട്ടെ. താങ്ക് യു.